എല്ലാം പൊന്നല്ല മക്കളെ, ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. പിന്നെ തന്നെ കാശ് കംപ്ലീറ്റ്ലി പോകും. ബ്രദേഴ്സ്, നിങ്ങൾ ഒരുപാട് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് റിയാക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ആദ്യം കുറച്ച് നാളത് റിയാക്ട് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പുതിയ വീടൊക്കെ എടുത്ത് സെറ്റായി മാറിയല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്തായാലും സെറ്റപ്പ് ഒക്കെ റെഡി ആക്കി പോഡ്കാസ്റ്റ് ചെയ്യാനുള്ളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ആദ്യം ഒന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ ഇനീഷ്യലി എനിക്കറിയില്ല എന്തൊക്കെയാണ് വീഡിയോസ്. നമ്മുടെ പയ്യന്റെ അടുത്ത് മെസ്സേജ് ബോക്സിൽ വീഡിയോസ് എടുത്തിട്ട് നേരെ വാട്സപ്പിൽ അയച്ചു തരാൻ പറഞ്ഞാണ്. അപ്പൊ കുറച്ച് വീഡിയോസ് എടുത്ത് അയച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വീഡിയോസ് എന്ന് അറിയില്ല. അപ്പൊ ഞാൻ ക്വസ്റ്റനും ആ വീഡിയോസ് റിയാക്ട് ചെയ്യാൻ പോകണം. എന്തൊക്കെ ടൈപ്പ് വീഡിയോസ് ഒന്നും അറിയില്ല. ഓണ്ടർപ്രണർഷിപ്പ് റിലേറ്റഡ് വീഡിയോസ് എന്തായാലും ഉണ്ടാവും അറിയാം. കാരണം നമ്മുടെ കണ്ടന്റ് കംപ്ലീറ്റ് അതാണ്. അപ്പൊ നമുക്ക് നോക്കാം. നീ മാത്രം കണ്ണാട കണ്ണാട എടുത്ത് ഒരു ക്ലാസ് റൈബൻ പോലീസ് നൈസ് കോമ്പിനേഷൻ. പോലീസ് പോരാ, റൈബൻ ഇസ് ബെസ്റ്റ്. ക്ലാരിറ്റി വൈസ് എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പോലീസാണ്. പോലീസ് അത് റിഫ്ലക്ട് ചെയ്യാൻ ടൈപ്പ് ആണല്ലേ. ഇതെന്നത് ലാസ്റ്റ് വീക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയാണ്. അഖില് ഗിഫ്റ്റ് ചെയ്തതാണ്. തുടങ്ങിയാലോ? என்னடா பிரச்சனை உனக்கு? இல்ல மச்சான், உனக்குன்னு ஒரு தனி ஸ்டைல் இருக்கு, ட்ரெண்ட் இருக்கு, ரேஞ்ச் இருக்கு. உன் கெபாசிட்டி என்னன்னு உனக்கே தெரியலையடா. நீ நல்லா வாழ வேண்டிய பையன்டா. இப்படி போய் வழுக்கி விழுந்துட்டியடா. போடா. ഇതേപോലെ കൂട്ടുകാരൻ എനിക്കും ഉണ്ടായിരുന്നു. കൂടെ ബിസിനസ് ചെയ്യാനെന്ന് പറഞ്ഞ് അവസാനം ജോലിക്ക് പോയത് സെന്റ് സെബാസ്റ്റ്യൻ. അവനിപ്പോ ഓസ്ട്രേലിയയിൽ ഏതോ കമ്പനിയിൽ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാൻ കുറെ അവനെ ശ്രമിച്ചിരുന്നു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട്. എന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവനെ വിളിച്ചതാണ്. അന്ന് അവൻ ഓസ്ട്രേലിയക്ക് പോകണം എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. നിങ്ങൾക്ക് പല കൂട്ടുകാരന്മാരുണ്ടാവും ഇങ്ങനെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ക്വസ്റ്റിനെ പോലത്തെ. ഞാനും പറയാറുണ്ട്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ബിസിനസ് അല്ല എന്നുണ്ടെങ്കിൽ ബിസിനസ്സിലേക്ക് പോകാണ്ടിരിക്കുക. ബിസിനസ് ഇസ് എ ഹെൽ ഓഫ് എ റിസ്ക് ടേക്കിംഗ് ജോബ്. സോ ആ ഒരു സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ബിസിനസ് മൈൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം. ജോലിക്ക് പോകുന്നതിന് ജോലിക്ക് പൊക്കോ. വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത തലവേണ്ടത്ത് വയ്ക്കുന്നത് ഇതൊക്കെ ആണുങ്ങൾക്ക് വർക്കുള്ള പരിപാടിയാണ്. സോ ബിസിനസ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം ബിസിനസ്സിലേക്ക് ഇറങ്ങാം. നിങ്ങളുടെ കൂട്ടുകാരന്മാരെ കൺവിൻസ് ചെയ്യാൻ നോക്കും. ഞങ്ങൾ കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ കൺവിൻസ് ചെയ്യാൻ നോക്കി കയറുന്ന ആൾക്കാരെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെയും കൺവിൻസ് ചെയ്ത് കയറ്റാൻ നോക്കിയത്. അങ്ങനെ കയറ്റുന്ന ആൾക്കാരെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാകുമ്പോൾ അവർ നിങ്ങളെ നശിപ്പിച്ച് നാണക്കല്ലെടുക്കും. നിങ്ങൾ ബിസിനസ്സിലേക്ക് കയറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഹൗ മണി വർക്ക്സ്, ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവരെ വിളിച്ച് കയറ്റി കഴിഞ്ഞാൽ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതല്ലാത്തവന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ ഉള്ള പൈസ കൂടെ കൊണ്ടുവന്ന് അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് തോന്നും ഫ്രണ്ട്സിനെ രക്ഷിക്കുക, ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ തോന്നും. പക്ഷെ ആ ഒരു രീതിയിൽ നിങ്ങളെ ഫ്രണ്ട്സിനെ കയറ്റാനായിട്ട് നോക്കിയിട്ടുണ്ട് ബിസിനസ്സിൽ നിന്ന്, നിങ്ങൾ നശിച്ചു പോകും. നിങ്ങൾ അവരുടെ ലൈഫ് നശിപ്പിക്കും. കാരണം അവരുടെ ജീവിതത്തിന്റെ പാറ്റേൺ പോകുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേയിലാണ്. അവർക്ക് ചിലപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യം, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്തേക്കുള്ള ചിലപ്പോൾ അവർ ചെയ്യാനൊക്കെ പറഞ്ഞു വരുന്നത്. അത് ഭാവിയിൽ നിങ്ങളെ ബാധിക്കും, നിങ്ങളുടെ ബന്ധത്തിനെ ബാധിക്കും. കംപ്ലീറ്റ്ലി അട്ടപ്പടലം മോശം. സോ ഡോണ്ട് ഇൻവൈറ്റ് പീപ്പിൾ ടു യുവർ ബിസിനസ്. നിങ്ങൾക്ക് ഇനി ആളെ വേണമെന്നുണ്ടെങ്കിൽ ഇവന്റ്സിന് പോകും. അങ്ങനെയുള്ള ഇവന്റുകൾ, ബിസിനസ് ഇവന്റ്സ്, നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ സ്റ്റാർട്ടപ്പ് മിഷനിലൊക്കെ പോയിട്ട് നല്ല നല്ല ആൾക്കാരെ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെ, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ എടുത്താലോ? അഖില് നമുക്ക് ഓറഞ്ച് കൊണ്ട് തന്നേക്കാണ്. എന്തായാലും ചെന്നോണ്ടിരിക്കാം. എന്ത് മേടിച്ച ഓർമ്മ അടുത്ത വീഡിയോ ചെയ്യാം. താനോസാ ബിസിനസ് ചെയ്യാനായിട്ട് ശരിക്കും ക്യാപിറ്റലിന്റെ ആവശ്യമില്ല. നമുക്ക് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും നിങ്ങളുടെ കയ്യിൽ ഒട്ടും പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സപ്ലൈസ് റെഡി ആയിരിക്കും, ക്രെഡിറ്റിൽ സപ്ലൈ ചെയ്യാനായിട്ട്. ആ ക്രെഡിറ്റിൽ കിട്ടുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഏത് ബിസിനസ് നോക്കിയാലും അതിൻ്റെ അത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് എൻ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്കും ബിസിനസ് റൺ ചെയ്യാൻ, പ്രോഫിറ്റബിൾ ആയിട്ട് റൺ ചെയ്യാൻ പറ്റും. സോ അതിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യണം, നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കണം, നല്ല പ്രൊഡക്ട്സ് കണ്ടുപിടിക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
നിങ്ങളുടെ ആ ഒരു മെന്റാലിറ്റി തന്നെ തെറ്റാണ്. കാശ് ഉണ്ടെങ്കിലേ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ കാശ് കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾ ആദ്യം ചിന്തിക്കുന്നത് കാശ് വേണമെന്നായിരിക്കും. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പല വഴികളുണ്ട്. ഇപ്പൊ കുഷന്റെ തന്നെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. കുഷൻ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തത് വൈറ്റ് ലേബലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെയാണ്. കാരണം ഇനീഷ്യലി പ്ലാന്റിന് കാര്യങ്ങൾക്ക് നല്ല പ്രൈസ് വരും. കുഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്തു, ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രം കൊടുത്തേ. ശരിക്കും ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്താണ് ബിസിനസ് സിസ്റ്റം, എങ്ങനെയാണ് എക്കോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും സിവിൽ എഞ്ചിനീയർ ആയിട്ട് സൗദി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ അപ്പൊ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു 5 കോടി രൂപയായിട്ട് മുതൽ മുടക്കി ഒരു പ്ലാന്റ് നിർമ്മിക്കുക. അത് കൈ പൈസ ഉണ്ടായിട്ട് നല്ല ലോൺ എടുത്ത് നിർമ്മിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് സെല് ചെയ്ത് പൈസ ഉണ്ടാക്കുക. ഇതായിരുന്നു എന്റെ കൺസെപ്റ്റ്. ശരിക്കും പ്രോഫിറ്റബിൾ ആണ്, പക്ഷെ ഒരുപാട് റിസ്ക് ഇൻവോൾവ് ആണ്. നമുക്ക് ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ അൺസർട്ടനിറ്റീസ് എന്ന സംഭവം ഒരുപാടുണ്ടാവും. ആ അൺസർട്ടനിറ്റീസ് എന്തെന്ന് നമുക്ക് തന്നെ അറിയാൻ പാടില്ല. അതാണ് അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത്. സോ ഇതെല്ലാം തരണം ചെയ്തിട്ട് വേണം ഈ 5 കോടി മുടക്കുന്ന ആ ഒരു വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട്. സോ ഒരിക്കലും അത്രയും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാതെ ഏറ്റവും മിനിമത്തിൽ നിന്ന് ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറയും. അതായത് എത്രയും സിമ്പിൾ ആയിട്ട് നമുക്കൊരു ബിസിനസ് വർക്ക്ഔട്ട് ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാമോ ആ പ്രോഫിറ്റബിലിറ്റിയിൽ നിന്ന് പിന്നെ സ്കെയിലപ്പ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറയുന്നത്. എത്ര മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും അതിന് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നമ്മൾ അന്ന് ഒരു 5 CR ലോണൊക്കെ പാസ്സായി സെറ്റ് ആയതല്ലേ? 2 CR ലോൺ എനിക്ക് KSIDC സാങ്ഷൻ ആയിട്ടുണ്ടായിരുന്നു. സോ അത് എടുക്കണോ വേണ്ട എന്ന കൺഫ്യൂഷനിൽ നിന്നാണ് ഞാൻ പിന്നെ വൈറ്റ് ലേബലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. ആ ട്രേഡിംഗിൽ നിന്ന് പൈസ ഉണ്ടാക്കി ആ പൈസ വെച്ചിട്ട് ഞാൻ മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിൽ പല ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് ചെറിയ രീതിയിൽ പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഫണ്ട് എടുത്ത് നിങ്ങൾക്ക് അടുത്ത ബിസിനസ് ഐഡിയസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അതിലേക്ക് ബിസിനസ് നിർത്തി പോയാലും സ്ഥിരം പല്ലവിയാണ് നമ്മളെ കണ്ടത്. നോ കമന്റ്. അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐതറെല്ലാം ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബിസിനസ് വർക്കിംഗ് അല്ല എന്ന് തോന്നുകയാണ്, നിങ്ങൾ ആ ബിസിനസ് ട്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആ ബിസിനസ് കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാതെ മുങ്ങാൻ പോകുന്ന കപ്പലും താങ്ങി പിടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ യൂസ്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പൊളിയൊന്നും ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളായിട്ട് തന്നെ പൊളിക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നുള്ള ലേണിംഗ്സ് അല്ലെങ്കിൽ ലെസൺസ് വെച്ചിട്ട് നിങ്ങൾ അടുത്ത ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾ ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഫെയിലിയർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ മാക്സിമം ലെസൺസ് നിങ്ങൾ ഉൾക്കൊണ്ടുണ്ടാവും. ആ വരുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടുത്ത ബിസിനസ്സിലേക്ക് വളരെ ബെനിഫിഷ്യൽ ആണ്. സോ കംപ്ലീറ്റ്ലി ഫെയിലായി നിർത്തിപ്പോവാതെ അടുത്ത വെഞ്ചറിലേക്ക് സ്റ്റെപ്പ് വെക്കാനായിട്ടുള്ള മിനിമം ധൈര്യമുള്ളവർ മാത്രമേ ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങാവൂ. അല്ലാതെ ഫസ്റ്റ് ബിസിനസ് പൊളിഞ്ഞു എന്നും പറഞ്ഞ് നിർത്തിപ്പോയത്. എന്റെ ബിസിനസ് പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്റെ ഫസ്റ്റ് ബിസിനസ് ടെക്സ്റ്റൈൽ ഷോപ്സ് തുടങ്ങിയിട്ടുണ്ട്, ടെക്സ്റ്റൈൽ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ഐഡിയയിൽ ഇറങ്ങിയതാണ്. അത് ഇപ്പം വൈൻഡപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു 2 months ബാക്കാണ് ഞാൻ വൈൻഡപ്പ് ചെയ്തത്. പ്രോഫിറ്റബിൾ അല്ലാന്ന് വൈൻഡപ്പ് ചെയ്യുക. അതില് ഒട്ടും മോശമായിട്ട് കരുതേണ്ട ഒരു കാര്യമില്ല. എന്റെ ഫസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നല്ല. നമ്മൾ ഇനീഷ്യൽ ഡെലിവറി സർവീസ് ആപ്ലിക്കേഷൻ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ചെറിയ അവിടെ ഇവിടെ ചെറിയ പണികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബിസിനസ് ആയിട്ടുണ്ടെങ്കിൽ ദർ വിൽ ബി ലോസസ്, ദർ വിൽ ബി പ്രോഫിറ്റ്. ഇത് നിങ്ങൾ ഈ ജേർണിയിൽ നിങ്ങൾ ഒരുപാട് പഠിക്കും. ആരൊക്കെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഔട്ട് റീച്ച് ചെയ്യേണ്ടത്, എങ്ങനെ ക്ലയൻസിനെ ബിൽഡ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓൺ ദി വേ ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറേഷൻ ബാക്ക് നിങ്ങളുടെ ഫാമിലി ലൈനിൽ ഓണ്ടർപ്രണേഴ്സ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു ക്ലയന്റിനോട് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെ ഫണ്ട് മാനേജ് ചെയ്യണം, ആർക്കൊക്കെ എന്താ കൊടുക്കുക, ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ, നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല. എനിക്കും അറിയില്ലായിരുന്നു. കുശനും ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണർ ആണ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇനീഷ്യലി അറിയില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ കൊണ്ട് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ കണ്ട് പഠിക്കണം. ഇനീഷ്യലി
ഇതിനുള്ള ഒരു തരത്തിലുള്ള പേഷ്യൻസും ഒരാൾക്കും ഉണ്ടാവില്ല. ആ ഒരു പെർസിവിയറൻസ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇനീഷ്യലി നമ്മൾ കുറച്ച് കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കൊണ്ട് പഠിക്കണേക്കാൾ നല്ലത് കൊള്ളും, കുറെ നഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മനസ്സിലാവും കൊണ്ട് പഠിക്കണേക്കാൾ നല്ലത് കണ്ട് പഠിക്കുന്നതാണ്, വായിച്ച് പഠിക്കുന്നതാണ്. നമ്മൾ ആലോചിക്കുക, എനിക്ക് ഒരിക്കലും ബുക്ക് വായിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളൊന്നുമല്ലേ, പക്ഷെ ഞാൻ വായിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നോളജബിൾ ആയിട്ടുള്ള ആളുടെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കംപ്ലീറ്റ്ലി. അത് അത്രയും ചീപ്പ് റേറ്റിന് കിട്ടുമ്പോൾ അത് വായിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ പൊട്ടത്തരം. സോ ബുക്സ് വായിക്കുക ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, നിങ്ങളുടെ ബ്ലഡ് ലൈൻ ബാക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണ്ടർപ്രണർഷിപ്പ് സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനില്ല. അപ്പൊ നിങ്ങൾക്ക് ബുക്ക് വായിക്കുമ്പോൾ കിട്ടുന്ന നോളേജ് അത്രയും നോളജബിൾ ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന നോളജ് ഉണ്ട്. സോ മകളെ, റീഡ് ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടും, ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഓൾവേസ് റീഡ് ബുക്സ്. ഒരു കാര്യം കൂടെ ഉണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ ഏത് സെഗ്മെന്റിലുള്ള ബിസിനസ് സ്റ്റാർട്ട് അതിലുള്ള ഒരു മെന്ററിനെ കൂടെ ചേർക്കുക. മെന്റേഴ്സ് എന്ന് പറയുന്നത് നല്ല ആൾക്കാരെ തന്നെ ചൂസ് ചെയ്യണം. നല്ല ആൾക്കാരെ ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ഒരുപാട് വേസ്റ്റ് ഓഫ് മണിയും വേസ്റ്റ് ഓഫ് ടൈമും ഒരുപാട് റിസോഴ്സും നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ ഒരു 2 വർഷം കൊണ്ട് തന്നെത്താൻ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു 2-3 മന്ത്സിലേക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. സോ മെന്റേഴ്സും ബുക്സ് റീഡ് ചെയ്യുന്നതും വളരെ നല്ലൊരു ഹാബിറ്റാണ് ഓണ്ടർപ്രണേഴ്സിന്. മെന്റേഴ്സിന് എടുക്കുമ്പോൾ ഒരു കാര്യം സൂക്ഷിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പെക്ടേഷൻ ഉള്ള ഒരാളെ മെന്ററായിട്ട് എടുക്കാം. അല്ലാതെ നിങ്ങൾ എവിടെ എത്താൻ പോകുന്നത്? ഞാൻ പറഞ്ഞ ഒന്നുകൂടി കേട്ടോ, നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉള്ള ഒരാളെ മാത്രം മെന്ററായിട്ട് എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നിന്ന് പോകും. കാരണം നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ നിങ്ങൾ കാണുന്നേക്കാൾ കൂടുതൽ കാണാൻ പറ്റിയ ഒരാളായിരിക്കും നിങ്ങളുടെ മെന്റർ. അപ്പൊ അവര് നമ്മളെ കൊണ്ട് പറഞ്ഞു ചെയ്യും. ദർ ഷുഡ് ബി ഓൾവേസ് അക്കൗണ്ടബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു പോവുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കാണിക്കാനില്ല. ഇപ്പൊ ഞങ്ങൾ ഈ സാധനം സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ ഇത് ഇടുമ്പോൾ വി ആർ അക്കൗണ്ടബിൾ ടു യു. ഞങ്ങളുടെ ഓഡിയൻസിന് അക്കൗണ്ടബിൾ ആണ്. അടുത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ റെപ്യൂട്ടേഷൻ ഇസ് അറ്റ് സ്റ്റേക്ക് അല്ലേ, നമ്മളുടെ റെപ്യൂട്ടേഷൻ സ്റ്റേക്കിലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി മോർ ഡ്രിവൻ ടുവേർഡ്സ് യുവർ ഗോൾ. പെർസിവിയറൻസ്, നിങ്ങൾ എന്തൊരു സാധനം വന്നാലും അത് തരണം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് വേണം. Next you will do that. Yeah. So I think you guys understand what we are saying right now. Delicious ramen. ഇത് എനിക്കുള്ള കൊട്ടാണ്. എന്റെ ഫ്രണ്ട്സ് നിങ്ങളെ കല്യാണം കഴിച്ച് പോയത്. പക്ഷെ എന്റെ കൂട്ടത്തിൽ പഠിച്ച വിരലിൽ ഉണ്ടാവുന്നവർ പോലും ഇല്ലെന്ന് തോന്നുന്നു കല്യാണം കഴിക്കാൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ കുശന്റെ ഏജ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തില് അത്യാവശ്യം ഞങ്ങളൊക്കെ നല്ലൊരു മൂത്ത കുശനാണ്. എന്റെ ഏജിലുള്ള ഒരുവിധ ആൾക്കാർ, ഗേൾസ് ഒരുവിധ ആൾക്കാരെ കെട്ടിപ്പോയി. ബോയ്സ് കുറച്ച് 1-2 എന്റെ ബെസ്റ്റ് ഫ്രണ്ടൊക്കെ അത്യാവശ്യം കെട്ടിപ്പോയി. അത്യാവശ്യം എല്ലാം കെട്ടിപ്പോയി. പക്ഷെ എന്റെ ഈ ഏജിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്താ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഹൈലി റെക്കമെൻഡ് യു ഗൈസ് നീഡ് ടു ബി സിംഗിൾ. അതിന്റെ കാരണം പറയാൻ പാടില്ല, എന്നാലും പറയുന്നതാണ്. നിങ്ങൾക്ക് ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് യു ഗൈസ് ഷുഡ് ബി സെക്യൂർഡ്. നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങൾ സെക്യൂർഡ് ആയിരിക്കണം, നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജേർണി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. സോ നിങ്ങൾക്ക് ആകെ ഉള്ളത് വെരി ഷോർട്ട് എമൗണ്ട് ഓഫ് ടൈം ആണ്, വെരി ലിറ്റിൽ ടൈം. യു ഗൈസ് ഹാവ് വെരി ലിറ്റിൽ ടൈം ഇൻ യുവർ ഹാൻഡ്. സോ ആ ടൈം മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. ലവ്, സോഷ്യൽ മീഡിയ, ഗെയിംസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടൈം ഡ്രെയിനേഴ്സ് ആണ്. നിങ്ങളുടെ ടൈം ഇങ്ങനെ ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ലവ് ടൈം ഡ്രെയിൻ ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാൽ ടൈം ഈസ് ടൈം. നിങ്ങളുടെ എന്താ പറയുക, യൂത്ത് ഏജിൽ നിങ്ങളുടെ യൂത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത് ഇനീഷ്യലി ചെയ്ത് വെക്കുക. അതിനുശേഷം ഫോൾ ഇൻ ലവ് എനിത്തിങ്. കുശൻ ജീവിതകാലം മുഴുവൻ ബാച്ചലർ ലൈഫിലായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലുമില്ല, കേട്ടോ, പക്ഷെ നമ്മൾ കെട്ടിക്കും. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മള് സെർട്ടൺ ഏജ്, ഇപ്പൊ ഒരു 20-25 ഏജിൽ കല്യാണം കഴിച്ച് അതേപോലെ ചിലപ്പോൾ നല്ല ജോലി ഉണ്ടായിരിക്കും, നല്ലൊരു വീട് മേടിച്ച് അതില് ലോൺ എമൗണ്ട് റീപേ ചെയ്യാനായിട്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ഒരു 20-25 ഇയേഴ്സ്, പിന്നെ നിങ്ങൾ 50 വയസ്സ് കഴിയുന്നവരെ ചിലപ്പോൾ അതിന്റെ ലോൺ റീപേയ്മെന്റുമായിട്ട് മുന്നോട്ട് പോകും. 50 വയസ്സ്
രണ്ടറ്റവും കൂട്ടിമുട്ടി ഒരുപാട് പാടുപെടും. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് എടുത്ത് ചാടുന്നത് വളരെ റിസ്കിയാണ്. സോ റാറ്റ് റേസിൽ പെടാതെ കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവര് നല്ലതാണ്. പക്ഷെ റാറ്റ് റേസിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബിസിനസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു പയ്യൻ വീഴുന്നു. ഇത് കൊറിയനാണെന്ന് കേപ്പോപ്പോ. ഇത് ഒന്നാമത്തെ കേസ് ഇമാതിരി ഗേ വീഡിയോസ് ഒക്കെ പറഞ്ഞാൽ ജയിക്കാതിരിക്കാം. MMA ഓക്കെ, ഈ കൊറിയൻ ബോയ്സ് തട്ടി വീണ് അത് കാല് കെട്ടിയേക്കും. എന്തിനാണ് നമ്മളൊക്കെ റിയാക്ട് ചെയ്യണം? അവരെ ഗേ പരിപാടിയായിട്ട് നടന്നോട്ടെ. MMA is best. പണ്ട് WWE എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നടന്നത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. WWE ഇപ്പോഴും WWE ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ജോൺസീന എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ബട്ട് MMA ഇന്ത്യയിൽ ഇനിയുള്ള MMA ഇന്ത്യയിലെ ഒരു പയ്യൻ MMA കയറിയിട്ടുണ്ട്. MMA is the real shit. MMA ചോര കളിയാണ്. ബാറ്റിൽ മീൻസ് വാർ, ലിറ്ററലി വാർ. MMA പറഞ്ഞത് ലിറ്ററലി വാർ ആണ്. ലിറ്ററലി ബാറ്റിൽ ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്. they will be shedding blood. സീനാണ് MMA. So MMA is the real shit. MMA is the real deal. ആൾക്കാർ നിങ്ങൾ ഈ WWE കണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് MMA കണ്ടു നോക്കുക. MMA മിക്സഡ് മാർഷൽ ആർട്സ്, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ MMA കാണാം. നമുക്കിപ്പോൾ ടൈം ഭയങ്കര കുറവായതിൻ്റെ പേരിലാണ് ഞാനൊക്കെ ആദ്യം നല്ല രീതിയിൽ കാണുമായിരുന്നു. നിങ്ങൾ ഒരുപാട് കേട്ടോ, കോണമൊക്കെ കബീബിനെ കേട്ടിട്ടില്ലേ? Those guys are all MMA fighters. ഷെയർ മാർക്കറ്റ് കാശിട്ടോട്ട് ക്യാമ്പ് തിരിച്ചു വന്നു. ശരിക്കും ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു അരങ്ങാണ്. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ മീനുകൾ അവിടെ ചെന്ന് പെട്ടുപോകാനാണ് മിക്കവാറും പതിവ്. എന്നാലും കഴിവുള്ള വളരെ മേ ബി ലെസ് ദാൻ 1% ആൾക്കാർ മാത്രമാണ് ഷെയർ മാർക്കറ്റിൽ കയറി രക്ഷപ്പെടാറുള്ളത്. ശരിക്കും ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. ഇൻവെസ്റ്റിംഗ് എല്ലാവരും ചെയ്യാനായിട്ട് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ വൈസായിട്ട് ചെയ്യുക. ഏതർ റിയൽ എസ്റ്റേറ്റ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് എടുക്കാം. മ്യൂച്വൽ ഫണ്ട്സ് ഒരു പരിധിവരെ ഇപ്പം ടാറ്റയുടെ ആയാലും അതല്ലെങ്കിൽ ബജാജിന്റെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. നല്ല പോർട്ട്ഫോളിയോസ് ഒക്കെ ഉണ്ട്. സോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നിങ്ങൾ സേഫ് ആണ്. ചിലപ്പോൾ ഒരു 20-25% വരെ റിട്ടേൺസ് കിട്ടുന്ന ഒരുപാട് പോളിസീസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ വൈസ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് പോയി പൈസ മേ ബി ചിലപ്പോൾ ഒരു 5-6 വർഷമൊക്കെ ചിലപ്പോൾ പൈസ കളഞ്ഞു കഴിയാൻ നേരത്തെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചേക്കാം. അത്രയും പേഷ്യൻസ് ഉണ്ട്, അത്രയും റെസിലിയൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ട്രൈ ചെയ്യാം. ഞാൻ ഇതുവരെയായിട്ടും ഷെയർ മാർക്കറ്റ് ഒറ്റ പ്രാവശ്യം ഷെയർ മാർക്കറ്റിൽ ഞാൻ 200 രൂപ ഉണ്ടായിരുന്നു. അത് ഫണ്ട് ഒരു 5-6 കൊല്ലം മുന്നേ 200 രൂപ ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇട്ടുണ്ടായിരുന്നു. അത് ആ അപ്സ്റ്റോക്സ് ഒക്കെ വന്ന ടൈമിൽ അപ്സ്റ്റോക്ക് ഒന്ന് ഹിറ്റായി വന്ന ടൈമിൽ ഷെയർ മാർക്കറ്റിൽ ഒരു 200 രൂപ ഉണ്ടായിരുന്നു. ആ 200 രൂപ എൻ്റെ അങ്ങനെ തന്നെ പോയി. ഞാൻ അപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റ് പരിപാടി ഞാൻ അപ്പോൾ തന്നെ നിർത്തി. സോ എനിക്ക് ഷെയർ മാർക്കറ്റിൽ ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഷെയർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചാർട്ട്സ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ചാർട്ട്സിൽ മാത്രമല്ല ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് കളി ലൈവ് ഇവന്റ്സിലാണ് നടക്കുന്നതല്ല. അന്നാന്ന് നടക്കുന്ന കാര്യങ്ങൾ, മാർക്കറ്റ് എങ്ങനെയാണ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്,
വേൾഡ് വൈഡ് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, റിസഷൻ ആണോ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ആണോ, ബൂമിംഗ് ആണോ, ഇൻഫ്ലേഷൻ ആണോ, ഇല്ലെങ്കിൽ പ്രസിഡന്റ് എന്ത് പറഞ്ഞു, അവിടെ എന്താണ് നടക്കുന്നത്, ട്രാൻസ്പോർട്ടേഷനിൽ എന്താണ് നടക്കുന്നത്, ലോജിസ്റ്റിക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ റിലേറ്റഡ് ആണ് ഈ പറഞ്ഞ ഷെയർ മാർക്കറ്റിന്റെ ഈ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വീഡിയോ ഉണ്ടോ, കൊക്കക്കോള ബോട്ടിൽ എടുത്ത് ചെയ്തിരിക്കുന്ന നീക്കി വെച്ചപ്പോൾ $5 billion ആയിട്ടാണ് ഷെയർസ് ഇടുന്നത് കൊക്കക്കോളയുടെ. സോ അങ്ങനത്തെ ലൈവ് ഇവന്റ്സിനായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ക്രൈസിസിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കണം. ക്രൈസിസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്കാണ് ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ക്രൈസിസ് ആയിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ക്രൈസിസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ആണ്, മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ഒരു ഇൻഫ്ലേഷൻ മുന്നിൽ കാണുന്നുണ്ട്, ഭാവിയിൽ ഒരു റിസിഷൻ മുന്നിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങാനായിട്ട് കുറച്ച് കാശ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ 5 to 6 years നിങ്ങൾക്ക് അതിലും വലിയ പ്രോഫിറ്റ് വേറെ ഉണ്ടാവില്ല. സോ ക്രൈസിസിനെ കുറിച്ച് മുൻകൂട്ടി പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഭാവിയിൽ നല്ല രീതിയിൽ കാശുണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരാണ്. സോ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പ് നോളജ് ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാർ അണ്ടറിൽ മെന്റർഷിപ്പ് ആയിട്ട് മാത്രം ഇറങ്ങാം. ഇല്ലെന്നുണ്ടെങ്കിൽ കാശ് കംപ്ലീറ്റ്ലി പോകും. ഐ ഗിവ് യു 100% ഓഫ് മൈ ഗ്യാരണ്ടി. പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വളരെ റിസ്കി ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് ഇപ്പം ഇൻട്രാഡേ ചെയ്യുന്നവർ, ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്നവർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി റിസ്കിയാണ്. പകരം കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഡെലിവറി എടുത്തിട്ടാണ് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന, ഡെലിവറി എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കുറച്ചും കൂടെ സേഫ് ആണ്. നമുക്ക് നല്ല നല്ല കമ്പനീസ് ഒരുപാടുണ്ട്. ഇപ്പം ടാറ്റ, റിലയൻസ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന കമ്പനീസ് ആണ്. ഇവരുടെയൊക്കെ ഷെയർസ് ലോങ് ടേം എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 അല്ലെങ്കിൽ 15 ഇയേഴ്സിലേക്ക് ഇപ്പോഴേ മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരാൻ ചാൻസ് ഇല്ല. കാരണം അത്യാവശ്യം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് ഇതൊക്കെ. അതേപോലെ അങ്ങനെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, ഒട്ടും തളരാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നത്. അതായത് പാസ്റ്റ് ഒരു 10 വർഷത്തെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉള്ള, അറ്റ്ലീസ്റ്റ് ഒരു 5 to 10% ഗ്രോത്ത് ഉള്ള കമ്പനീസിൽ നിങ്ങൾ ഡെലിവറി എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഐ ഹൈലി സപ്പോർട്ട്. സോ എന്തായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, നഷ്ടം വരുത്താതെ നോക്കുക. സോ അടുത്ത വീഡിയോ നോക്കാം. എനിക്കറിയാം, കാസ്പറിനെ കേട്ടിട്ടുണ്ടോ? കേട്ടോ ഇത് ഈ വീഡിയോ ഫുള്ള് വാങ്ങിക്കാറല്ലോ. ഞാൻ ആയിരം Farmherd Casper, the devil who fought 11 coyotes and killed 8 of them to protect the livestock and their family. കാസ്പറിന്റെ കഥ എന്ന് പറഞ്ഞാൽ ലിറ്ററലി മൂവീസിനെ വെല്ലുന്ന കഥയാണ്. കാസ്പർ എന്താ ചെയ്തത്? കാസ്പർ പറഞ്ഞൊരു പട്ടിയാണ്. നമ്മുടെ ഈ ആടുകളൊക്കെ നോക്കി നടത്തുന്ന ഒരു ഫാമിലെ ഒരു പട്ടിയാണ് ഈ കാസ്പർ എന്ന് പറയുന്നത്. കാസ്പർ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ 11 കയോട്ടീസ് എന്ന് പറഞ്ഞാൽ ചെന്നായി എന്നൊക്കെ പറയുക. ഈ ചെന്നായികള് നോർമൽ 2 ചെന്നായിനെ തന്നെ ഒരു പട്ടിക്ക് ഓപ്പോസിറ്റ് നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും കൺസൈസ്ഡ് ആയിട്ട് ആ പട്ടിക്ക് അതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ബ്രേവറി വേണം ആ പട്ടിക്ക് 2 ചെന്നായിനെ തന്നെ ഫൈറ്റ് ചെയ്യാനായിട്ട്. കാസ്പർ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 11 ചെന്നായികൾ ആ വീട്ടിലേക്ക് കയറി വന്നതിന് കാരണം സ്പോട്ടിൽ വെച്ച് 3 എണ്ണത്തിനെ ക്ലോസ് ചെയ്തിട്ട് ബാക്കി എണ്ണങ്ങളെ കാസ്പർ 3 ദിവസത്തേക്ക് കാസ്പറിനെ കാണാണ്ടായി. 3 ദിവസത്തേക്ക് കാസ്പർ എവിടെ പോയി ആൾക്കാരൊക്കെ തപ്പി കിടക്കുന്നത് കാസ്പർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി കാട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള സകല കയോട്ടീസിനെയും വേട്ടയാടി കൊന്ന് തിരിച്ചു വന്നപ്പോൾ കാസ്പറിന്റെ കണ്ണിന്റെ അവിടെ പാട്, പാലൊക്കെ മുറിഞ്ഞു പോയി, കംപ്ലീറ്റ്ലി ബ്ലഡി, ഫുള്ള് ബ്ലഡ് ആയിരുന്നു. സോ അങ്ങനത്തെ ഒരു പട്ടിയാണ് കാസ്പർ. കാസ്പർ ഇസ് ബാഡാസ്. ഒന്നും പറയാനല്ല, കാസ്പർ ഇസ് എ ബാഡാസ്. ഇങ്ങനത്തെ ഒരു പട്ടീനാണ് ശരിക്കും വീട്ടിൽ മേടിച്ചത്. അല്ലാതെ നിങ്ങൾ ഈ പക്കിനെ പോലത്തെ മറ്റേ വീട്ടിൽ കാണിക്കുന്ന പട്ടീനൊന്നും മേടിച്ചത് കാര്യമില്ല. എ ഡോഗ് ഷുഡ് ബി ഏബിൾ ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി. എ ഡോഗ് ഷുഡ് ബി എ പ്രൊട്ടക്ടർ. ഹി ഷുഡ് ബി എ ഗാർഡിയൻ ഓഫ് ദി ഫാമിലി. ഓക്കെ. സോ വീട്ടിൽ പട്ടീനൊക്കെ മേടിക്കുമ്പോൾ നോക്കി മേടിക്കുക. ഇങ്ങനത്തെ പട്ടീനൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്താണ് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് അതുപോലെ തന്നെ What is marketing? If a circus is coming to town and you put up a sign, that's advertising. If you put the sign on the back of an elephant and walk it into town, that's promotion. And if the elephant walks through the mayor's flower bed and the local newspaper writes a story about it, that's publicity. And of course, if you get the mayor to laugh about it, that's public relations. But if you tell them about the various entertainment booths you'll have, the fun they're going to have, answer their questions, that's sales. And if you planned the entire thing, that's marketing. Now, let me ask you,
എക്സാക്ട് ഡെഫിനേഷൻസ് ഒന്നും അല്ല, എന്നാലും ഓക്കെ. ഇത് മാർക്കറ്റിംഗിന്റെ ഒരുവിധം കുറച്ച് പെർസ്പെക്ടീവ്സ് ഒക്കെ ഈ വീഡിയോയിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ. എല്ലാത്തിന്റെയും വിഷയം പറഞ്ഞ എല്ലാത്തിന്റെയും ഡെഫിനേഷൻസ് കറക്റ്റ് അല്ല. പബ്ലിക് റിലേഷൻ, മാരേജ് ഇരിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. ഒരുപാട് അൺക്ലിയർഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്ന രീതി തെറ്റാണ്. ബട്ട് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു നോളജ് പ്രൊവൈഡ് ചെയ്യാനാണ് ആ കുട്ടി ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ ഒരു നോളജ് ആണ്. ബട്ട് എല്ലാം കറക്റ്റ് അല്ല. അത് എന്തായാലും ഓരോന്നിന്റെയും ഓരോ ഡെഫിനേഷൻസ് ഉണ്ട്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്, വാട്ട് ഈസ് പ്രൊമോഷൻസ്, എന്താണ്. എല്ലാത്തിനും പല പല രീതികളുണ്ട്, പലതാണ്. ഒരു ആന പോയി ഇവിടെ ചവിട്ടിയുകൊണ്ട് അത് പ്രൊമോഷൻ. ഒരു LKG പഠിക്കുന്ന ഒരു കൊച്ചിന് എന്താണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ ബട്ട് ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ട് ബേസിക്സ് ഒക്കെ മനസ്സിലാവും. അല്ലാണ്ട് ആ വീഡിയോ അത്ര മാനത്ത് പൂക്കിയാക്കുന്ന സാധനമൊന്നുമില്ല. ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് മാർക്കറ്റിംഗ്. സെയിൽസ് എന്നതിന്റെ ഡെഫിനേഷൻ പോലും എന്റെ തോന്നില്ല. ഇല്ല. Fake toll plaza setup in Gujarat highway cheats government and people of 1.5 years. ഇത് ഞാൻ കണ്ടു, നടന്നാണ് ഞാൻ കണ്ടിട്ടില്ല. ഇത് വേറെയാണ്, വേറെ സംഭവം ഉണ്ടായത്. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. വേറെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ടോളിന്റെ ബിസിനസ് ആണല്ലോ. ടോളിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് പാർക്കിംഗ് പോലെ സെറ്റ് ചെയ്തിട്ട് ടോള് കയറാണ്ട് ഈ പാർക്കിംഗ് കൂടെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് അവിടെ ടോളായിട്ട് യൂസ് ചെയ്യണത്. ബ്രില്യന്റ്. അതൊക്കെ ഈ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോൾസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. പക്ഷെ പുള്ളിക്കാരനെ പിടിച്ച് ജയിലിൽ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കോടികളുടെ ബിസിനസ്സാണ് നടത്തിയത്. അങ്ങനെ കുറെ വീഡിയോ. First you roll out a monkey, convince me, ഒരുപാട് കാര്യം പറഞ്ഞ് മൊത്തം കാര്യം ഓർമ്മയില്ല, എന്നാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ശരിക്കും ഹീസ് എ ട്രൂ ഓണർ. ഇതില് ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പറയുന്നത് ലെമണിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ പുള്ളി സിഗ്നിഫൈ ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് മനസ്സിലാവും. പുള്ളി ഡയമണ്ട്സിനെയാണ് സിഗ്നിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കാം. ഒട്ടും റെയർ അല്ലാത്ത ലാബിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മിയർ സ്റ്റോൺ, ഒരു സ്റ്റോൺ ആണ് ഈ പറഞ്ഞ ഡയമണ്ട് എന്ന് പറഞ്ഞ സാധനം. ഈ സ്റ്റോൺ അൺബ്രേക്കബിൾ ആണെന്നുള്ളതിന്റെ ഒറ്റൊരു കാരണം കൊണ്ട് നിങ്ങളെ കൊണ്ട് അഡ്വർടൈസ് ചെയ്ത് ഇത് ലവിന്റെ ഒരു പരിണാമമാണ്, ഈ സാധനം കൊടുത്താൽ ഒരു സ്ഥലത്ത് സ്നേഹം കിട്ടുള്ളൂ, ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ മൾട്ടി ലെവൽ ക്യാമ്പയിൻ ചെയ്ത് നാട്ടുകാരെല്ലാവരെയും പൊട്ടന്മാരാക്കിയിട്ട് ഈ സംഭവം നിങ്ങളെ കൊണ്ട് ഇതേ ഡയമണ്ട്സിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൺട്രോൾ ചെയ്ത് വേടിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പുള്ളി സിഗ്നിഫൈ ചെയ്യുന്നത്. ഇത് പുള്ളി ലെമൺസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് പറയുന്നുള്ളൂ. നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ചെയ്ത് നിങ്ങളെ പൊട്ടന്മാരാക്കി വേടിപ്പിക്കാൻ പറ്റുന്നുള്ളതിന്റെ കഴിവ് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ട്രൂ. യു ഗൈസ് ആർ ഡം, യു ഡോണ്ട് നോ എനിത്തിങ്. നിങ്ങൾ വിചാരിക്കുന്നില്ല. യു ഷുഡ് ബി ഏബിൾ ടു ക്വസ്റ്റ്യൻ എവരിത്തിങ്. Question everything that you see in marketing.
ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ കമ്പനി മാർക്കറ്റിംഗ് കമ്പനിയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റിൽ നാച്ചുറൽ കാണുമ്പോഴേക്കും നിങ്ങൾ വിചാരം നാച്ചുറൽ. ചില കമ്പനീസിന്റെ പേര് തന്നെ നാച്ചുറൽ എന്നാണ്. ആലോചിച്ച് നോക്കിയാൽ ചില കമ്പനീസിന്റെ പേരാണ് നാച്ചുറൽ ആപ്പിൾ ജ്യൂസ്. യു ഗൈസ് ആർ കൺഫ്യൂസ്ഡ് ആൻഡ് മാർക്കറ്റിംഗ് ഡസ് ദാറ്റ് പെർഫെക്റ്റ്ലി. നല്ലൊരു ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. വെഡിങ് റിങ്സ്, എൻഗേജ്മെന്റ് റിങ്സ് പണ്ട് കാലം തൊട്ട് രാജാക്കന്മാരുടെ കാലം തൊട്ടേ ഈ മോതിരം വിരലിട്ട് വരുന്ന ഒരു സമ്പ്രദായം അല്ല എൻഗേജ്മെന്റ് റിങ്സ്. ഇത് 1940s 1930s വന്ന ഒരു അഡ്വർടൈസ്മെന്റ് ക്യാമ്പയിൻസ് ആണ് എൻഗേജ്മെന്റ് റിങ്സ്. അതും ഒരാണിന്റെ 3 മാസത്തെ സാലറി കൊണ്ട് വേണം എൻഗേജ്മെന്റ് റിങ്സ് ഇട്ട് മേടിച്ച് അതിട്ട് കൊടുത്താലും ഒരു പെണ്ണ് ഇതാവുന്നു. പിന്നെ ബൈ ടൈം ദാറ്റ് came to be a default settings. അതില്ലാതെ നടക്കൂല എന്നുള്ളൊരു കോൺസെപ്റ്റ്. സോ മിന്നുന്നതെല്ലാം പൊന്നല്ല മക്കളെ. നിങ്ങൾ മേടിക്കുന്ന ടീഷർട്ടിന് ഏകദേശം 200% മാർജിൻ ഇട്ടാവില്ല. 200 നല്ല നല്ല ബ്രാൻഡൊക്കെ ആണെങ്കിൽ 500-600% കയറും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, നിങ്ങൾ മേടിക്കുന്ന ഈ സൺഗ്ലാസ്, ദിസ് ഈസ് റെയ്ബാൻ. ഈ റെയ്ബാൻ സൺഗ്ലാസ് മാനുഫാക്ചർ ചെയ്യുന്ന റെയ്ബാൻ അല്ല. ദിസ് ഈസ് മാനുഫാക്ചർഡ് ബൈ ലെക്സോട്ടിക്ക. ലെക്സോട്ടിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90% ഗ്ലോബൽ നമ്മളെ ഈ സൺഗ്ലാസ് മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഈ ലെക്സോട്ടിക്കാണ്. കംപ്ലീറ്റ്ലി ഒരുവിധം നിങ്ങൾക്ക് അറിയാവുന്ന പേരുള്ള എല്ലാ സൺഗ്ലാസ് കമ്പനീസിന്റെ മാനുഫാക്ചർ ചെയ്യുന്നത് ലെക്സോട്ടിക്കാണ്. ലെക്സോട്ടിക്ക ഇവർ ഈ 10,000 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 150 രൂപയ്ക്കാണ് ചെയ്തു കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ബിസിനസ്. പിന്നെ ഇടയിൽ വരുന്ന കാശ് മാർക്കറ്റിങ്ങിന്റെയും മറ്റേതിന്റെ മറിച്ചിന്റെ ഒക്കെ കാശാണ്. സോ നിങ്ങൾ ആലോചിക്കാം, നിങ്ങൾ ഒരു 10 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കാം, പ്രത്യേകിച്ച് ഈ ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, ലക്ഷറി സാധനങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ, ലക്ഷറി ഞാൻ പറയില്ല, ഡയമണ്ട്സ് ആവശ്യമില്ലാത്ത സംഭവമാണ്. പൊട്ടന്മാരാണ് ഈ ഡയമണ്ട്സ് മേടിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഡയമണ്ട്സ് ആൻഡ് ഗോൾഡ് നമ്മൾ പറയാം, ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഈവൻ ദോ ഡയമണ്ട്സ് മേടിക്കുന്ന ആൾക്കാർ ഭൂലോക പൊട്ടന്മാരെന്ന്. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ. റയർ ആണെന്ന് നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയാണ്. ഇറ്റ്സ് ജസ്റ്റ് എ സ്റ്റോൺ. ലാബിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഡയമണ്ടും എസെൻഷ്യലി നാച്ചുറലി ക്രിയേറ്റഡ് ആവുന്ന ഡയമണ്ട്സും തമ്മിൽ വേർതിരിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും അത് റയർ ആണെന്ന് പറഞ്ഞ് നിങ്ങളെ പൊട്ടനാക്കി വിട്ടുകൊണ്ടിരിക്കും. സോ അണ്ടർസ്റ്റാൻഡ്. വീഡിയോ ഉണ്ട്. സോ നമ്മള് പുതിയ വീഡിയോക്ക് മാറി. അതിന് വീഡിയോ എടുത്തിട്ടില്ല, അത് എടുക്കണം. സോ ഹോം ഡോർ ഉണ്ട്, ഹോം ഡോർ ചെയ്യണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീടാണ്, അടിപൊളി വീടാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലൊരു വീടല്ല, എന്നാലും വളരെ വെറൈറ്റി ആയിട്ടുള്ള വീടാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ഇന്റീരിയറിലേക്ക് ഒരുപാട് എലമെന്റ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന. നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു കണ്ടംപററി, ഒരു അൾട്രാ ലക്ഷറി വീട് എടുക്കുന്നതായിരുന്നു. പക്ഷെ വന്ന് കണ്ടപ്പോ വി ലൈക്ക് ദിസ് വീട്. പിന്നെ ബാച്ചിലേഴ്സിന് കൊച്ചിന് വീട് കിട്ടുന്ന സാര പരിപാടിയല്ല, അത് ഇങ്ങനത്തെ ഒരു വീട്. സോ ദാറ്റ് വാസ് എ ഹെൽ ഓഫ് എ ട്രബിൾസം ജോബ്. ഞങ്ങളത് എങ്ങനെയോ കഷ്ടപ്പെട്ട് വീട് സെറ്റാക്കി. ഇനി കിട്ടുന്ന കണ്ടന്റ് ഞാനൊക്കെ വരും. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അയച്ചിടാം. യൂട്യൂബിൽ അയക്കാൻ പറ്റില്ല, സോ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചിടാം, അല്ലെങ്കിൽ മെയിൽ ചെയ്തിടാം. അപ്പോൾ നമ്മൾ ഇറക്കിയിട്ട് ഇതുപോലെ റിയാക്ഷൻ വീഡിയോസും നിങ്ങൾക്ക് പറ്റാവുന്ന കണ്ടന്റൊക്കെ ഡെലിവറി ചെയ്യാൻ നോക്കാം. ആൻഡ് ഇഫ് യു ഡോണ്ട് നോ us, my name is Sridhar PS, ടാഗിന്റെ CEO ആണ്. കുശൻ ശിവദാസൻ, കോയർ സസ്റ്റൈനബിൾ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ആൻഡ് വി ആർ ഓൾ സീരിയൽ ഓൺടർപ്രണേഴ്സ്. നമ്മളെല്ലാം മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറെ അടുത്ത വെഞ്ചറുകളിലേക്ക് പോകുന്നു. നമുക്ക് നല്ല നല്ല പാർട്ട്നേഴ്സിന് ആവശ്യമുള്ള, നല്ല കരിയർ ഉള്ള, അതല്ലെങ്കിൽ നല്ല എബിലിറ്റീസ് ഉള്ള, സ്കിൽ സെറ്റ്സ് ഉള്ള, ഒരുപാട് നോളജ് ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് വേണ്ട കുറച്ച് ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് എന്തായാലും നമ്മൾ അടിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന സ്കിൽ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കോൺടാക്ട് ചെയ്യുക, നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള, നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് തന്നെ. കം ഓൺ ബോർഡ്, വിൽ ടേക്ക് കെയർ ഓഫ് യു, വിൽ ലുക്ക് എവറിത്തിങ്, വിൽ ടേക്ക് കെയർ ഓഫ് യു, വിൽ ഗിവ് യു എവറിത്തിങ് ദാറ്റ് യു നീഡ്, ആൻഡ് വിൽ മേക്ക് യു റിച്ച്. ഓക്കെ, ഷുവർ.